സർവീസ് ചട്ടം അനുസരിച്ച് ഉള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ സർവീസ് ചട്ടത്തിന്റെ വയലേഷൻ ആണെങ്കിൽ ഇതിനകം തന്നെ ഒരു മെമ്മോ ദിവ്യസേർക്ക് വന്നേനെ. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അത് പോകുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമുള്ള സമയമല്ലല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫേവറിറ്റിസം കാണിച്ചു എന്നതാണല്ലോ ഇനിയിപ്പോൾ അടുത്ത ആരോപണമായിട്ട് വരാൻ സാധ്യതയുള്ളത്. അതെ, കേന്ദ്രത്തിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഇടത് സർക്കാരിനെ ഫേവറിറ്റിസം കാണിക്കുന്ന ഒരു IAS കാരി എന്ന നിലയിൽ അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പേപ്പർ വരേണ്ടതാണല്ലോ. എന്തായാലും അങ്ങനെയുള്ള ഇമെയിലൊന്നും ഇതുവരെ ദിവ്യസേർക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം സർവീസ് ചട്ട ലംഘനമാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിവാദമായ ഒരു സംഭവത്തിൽ ഇന്നലെയാണല്ലോ അവരുടെ പോസ്റ്റ് വരുന്നത്, ഇന്ന് അത് ചർച്ചയാകുന്നു. അപ്പോൾ ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്നാണല്ലോ IAS കാർ വരുന്നത്. കേന്ദ്ര സർവീസ് അത് വിട് ഇവിടുത്തെ വിഷയമാണല്ലോ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലത് ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് നല്ലതാണെന്ന് പറയണം. അതിന് BJP ആണ് കോൺഗ്രസ് ആണ് എന്ന് കരുതി അത് ചെയ്തത് നല്ലതല്ലാതാകുന്നില്ല. പ്രവൃത്തിയാണ് അഭിനന്ദിക്കേണ്ടത്, അല്ലാതെ വ്യക്തിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഉള്ളതല്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ. അത് അമിത്ഷാ നല്ലത് ചെയ്താലും പിണറായി വിജയൻ നല്ലത് ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം. അവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി അത് മാറുന്നത് എപ്പോഴാണ്? ഇവിടെ ഇവിടെ ഈ രാകേഷ് ഒരു സർക്കാർ സർവീസിന്റെ ഭാഗമായി ഇരുന്ന് ആ സർക്കാർ സർവീസിൽ നിന്നും പോകുമ്പോഴാണ്. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാർ സർവീസിന്റെ ഭാഗമായി തന്നെ കരുതുന്ന ഒരു പോസ്റ്റാണല്ലോ, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റ് ആണതെന്ന് ഞാൻ കരുതുന്നില്ല. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്, അല്ലെങ്കിൽ അരുൺ സാറ് തെറ്റാണെങ്കിൽ തിരുത്താം, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് 3 വർഷക്കാലം തന്റെ മേലുദ്യോഗസ്ഥനായി ജോലി ചെയ്ത ആളെക്കുറിച്ച് അവരെഴുതിയതിന് അവരെ വലിയ രീതിയിൽ ഇങ്ങനെ ബുള്ളി ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ചട്ടലംഘനമാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ മന്ത്രാലയം അക്കാര്യത്തിൽ നടപടിയെടുക്കട്ടെ. 5A അനുസരിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുക്കേണ്ടത് പേഴ്സണൽ മന്ത്രാലയമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ള സ്കോപ്പ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം അവർക്ക് ഒരു മെമ്മോ എങ്കിലും ഈ ഘട്ടത്തിൽ വരേണ്ടതാണ്. പ്രത്യേകിച്ചും ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞ ഒരു കാര്യം എന്ന നിലയിൽ പൊളിറ്റിക്കലി വേണമെങ്കിലും അവർക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാകാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാരെല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുക. ഇപ്പോൾ പിണറായി വിജയൻ KS ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, അതായത് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൂടിയാണ് KS ശബരിനാഥൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം വെഞ്ചൻസോടെ ഈ ദിവ്യസേയരോട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടത് സർക്കാരും പെരുമാറണം? ആ വെഞ്ചൻസ് കാട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ അങ്ങ് ആകുലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദിവ്യസേയർ എത്രത്തോളം കേപ്പബിൾ ആണ്? അവർ പഠിച്ചു വന്ന കാലം മുതൽ അവർ ആ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തു വന്ന ആളാണ്. സെന്റ് തോമസ് സ്കൂളിൽ ആണ് അവർ പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തിരുവനന്തപുരത്തെ. അപ്പോൾ അവിടുത്തെ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ മുതൽ അവരുടെ ഇങ്ങോട്ടുള്ള വിദ്യാഭ്യാസ കാലത്ത് അവർ വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളായിരുന്നു. അത് മുതൽ അവർ ഇങ്ങോട്ട് അവരുടെ കരിയറിലായാലും അവർ ആ മിടുക്ക് കാണിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ അവർക്ക് ആരുടെയും പാദസേവ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പാദസേവകർ കൂടുതലുള്ള ഒരു പാർട്ടിക്ക് ആ പാദസേവയെക്കുറിച്ച് പറയാൻ തോന്നും. ദിവ്യസേയരുടെ കാര്യത്തിൽ അവർക്ക് പാദസേവ ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടെ മെറിറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. ആ മെറിറ്റ് കൊണ്ടാണ് അവരുടെ പങ്കാളിയുടെ രാഷ്ട്രീയം പോലും അവരുടെ ആ ഉയർച്ചയെ ബാധിക്കാതെ നിൽക്കുന്നത്. അല്ലാതെ അവർ ഏതെങ്കിലും തരത്തിൽ പാദസേവ ചെയ്ത് നേടിയെടുത്തതാണ് ഈ സ്ഥാനങ്ങൾ എന്നുള്ള ആ വാദഗതിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ആ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. ഇനി പ്രാപ്തിയുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയെ എലവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, അവർക്ക് നല്ല റോൾസ് കൊടുക്കുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം നടക്കുമ്പോൾ ദിവ്യ കളക്ടറാണ്. വേണമെന്നുണ്ടെങ്കിൽ അവരെ സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ടുപോയി ഒതുക്കിയിടാൻ പിണറായി വിജയന് നിഷ്പ്രയാസം സാധിക്കും. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യാതെ അവർക്ക് കൃത്യമായി വിഴിഞ്ഞമെന്ന് പറയുന്നത് ഒരു സ്വപ്ന പദ്ധതിയാണ്, അതിലേക്കാണ് അവരെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നത്. അവരുടെ മെറിറ്റ് കണ്ടിട്ട് തന്നെയാണ്. അതിനുടനെ അവർ പുകഴ്ത്തുന്നതാണ്, അവർ പാദസേവ ചെയ്യുന്ന ആളാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് ആ സ്ത്രീയുടെ മെറിറ്റിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിരീക്ഷണമാണ്. ഇനി KK രാഗേഷിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ KK രാഗേഷിന്റെ ഭാര്യയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് പ്രിയയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. അതുകൂടി സമയം കിട്ടുവാണെങ്കിൽ എടുത്ത് നോക്കണം. അവരിട്ടിരിക്കുന്നത് രാത്രി ഈ ആൻഡ്രോ സാർ പറഞ്ഞതുപോലെ ഇത്രയും മണിക്കൂറുകൾ നീളുന്ന ഈ ജോലി സമയം, ഏറ്റവും കൂടുതൽ സമയം ഓഫീസിലാണ് ചെലവഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്തുള്ള സൗഹൃദങ്ങളെക്കാൾ കൂടുതൽ സൗഹൃദം ആ ജോലി സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തൻ്റെ മുന്നിൽ വന്ന് കണ്ട നല്ല സൗഹൃദമുള്ള, നല്ല രീതിയിൽ ആ സേവനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുഖ്യമന്ത്രി എന്തെല്ലാം വിവാദങ്ങളിലൂടെ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ കടന്നുപോയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടന്നുപോയിട്ടുണ്ട്. അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായി KK രാഗേഷിനെ ദിവ്യയ്ക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് ദിവ്യയുടെ സ്വന്തം വിവേചന അധികാരമാണ്. അതിലേക്ക് കൈകടത്താൻ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പോയി കൈകടത്താൻ ആർക്കും അധികാരമില്ല എന്നതാണ് എൻ്റെ ടേക്ക്. സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ ദിവ്യയെ ബുള്ളി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അവരെ പാദസേവകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാദസേവ ചെയ്യുന്ന ആളുകളായിരിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.